കോമ്പറ്റീറ്റീവ് എക്സാംസിലൊക്കെ നമ്മളെ എന്താണ് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഈ സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ടു നമ്മൾ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കത്തില്ലേ ഫ്രീസറിൽ വെച്ചിട്ട്, അതേപോലത്തെ സാധനമാണ്. അതിന് വെച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അത് പ്രോസസ്സ് നമ്മുടെ വീട്ടിൽ തന്നെ വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്ന സാധനം തന്നെയാണ് ഈ സാൻഡ് കാസ്റ്റിംഗ്. അതായത് നമുക്കിപ്പോൾ ഈ ഐസ് ട്രേ വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ ഐസ് ക്യൂബ്സ് കിട്ടും. ഈ ഐസ് ക്യൂബ്സ് ആണ് നമ്മുടെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതെങ്കിൽ നമുക്ക് വേണ്ട പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിനെയാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി കാസ്റ്റ് ചെയ്യുന്നത് മെറ്റലിനെയാണ്. അപ്പം മെറ്റലിനെ നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഐസിനെ ആ ഷേപ്പിലാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു ഐസ് ട്രേ വേണം, അഥവാ ഒരു ഷേപ്പ് തരുന്ന ഒരു സ്ട്രക്ചർ വേണം. അതിനെ നമ്മൾ വിളിക്കുന്നത് മൗൾഡ് എന്നാണ്. നമ്മൾ മൗൾഡ് എന്നാണ് പറയുന്നത്, MOULD. പിന്നെ ആ മൗൾഡിൽ ഒഴിച്ച് കിട്ടുന്ന പ്രോഡക്റ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, കാസ്റ്റിംഗ് എന്നും പറയും. ആ പ്രോഡക്റ്റിനെ നമ്മൾ എന്ന് പറയുന്നത് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് എ മൗൾഡ് യൂസിങ് എ സാൻഡ് ഈസ് കാൾഡ് സാൻഡ് മൗൾഡിങ്. അതായത് നമുക്ക് ഇപ്പോൾ ഐസ് ട്രേ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ പറ്റൂ. അതേപോലെ ഒരു കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ കാസ്റ്റിങ്ങിന് വേണ്ട ഷേപ്പിലുള്ള ഒരു വേണം, ഒരു സ്ട്രക്ചർ വേണം. ആ ഷേപ്പിലുള്ള സ്ട്രക്ചറിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രോസസ് ഓഫ് മേക്കിംഗ് മൗൾഡ് യൂസിങ് സാൻഡ് ഈസ് നോൺ ആസ് സാൻഡ് മൗൾഡിങ്. അതായത് നമ്മൾ ഐസ് ട്രേ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സ്, ആ ഐസ് ട്രേക്ക് പകരം നമ്മളിവിടെ എന്താ ഉപയോഗിക്കുന്നത്, സാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു മൗൾഡിൻ്റെ എന്തുണ്ടാക്കുന്നത്, ഷേപ്പ് ഉണ്ടാക്കുന്നത്. അതിനെ നമ്മൾ എന്ന് വിളിക്കുന്നത് സാൻഡ് മൗൾഡിങ്. ഈ സാൻഡ് മൗൾഡിങ് ഉപയോഗിച്ച് ദ എൻറ്റയർ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എ കാസ്റ്റിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സാൻഡ് മൗൾഡ് ഈസ് നോൺ ആസ് സാൻഡ് കാസ്റ്റിംഗ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സാൻഡ് മൗൾഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സാൻഡ് മൗൾഡിലേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചതിന് ശേഷം ആ മോൾട്ടൺ മെറ്റലിനെ കൂൾ ചെയ്യാൻ അനുവദിച്ചു. ആ കൂൾ ചെയ്ത മോൾട്ടൺ മെറ്റൽ എന്ന് പറയുന്നത് എനിക്ക് എന്ത് തരുന്നു, എനിക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഷേപ്പിലേക്ക് ആയി തരുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൗൾഡ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്, സാൻഡ് കാസ്റ്റിങ്ങിൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന മൗൾഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാൻഡ് എന്ന് പറയുന്നത് വാഷ്ഡ് സിലിക്ക സാൻഡ് മിക്സഡ് വിത്ത് ക്ലേ ആൻഡ് വാട്ടർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് സിലിക്ക സാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ക്ലേ ആയിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ അതിന് കുറേ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് സാൻഡ് മൗൾഡിങ്ങിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാവുന്ന സാധനമാണ്. അങ്ങനെയാണ് നമ്മൾ മൗൾഡ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് ആ ഒരു സാൻഡിനെ കോമ്പാക്റ്റ് ചെയ്ത് നമ്മൾ അതിനെ എന്ത് ചെയ്തു, ഹാമർ ചെയ്തൊക്കെ എടുക്കുന്നത് പിന്നെ പറയാം. അപ്പം ഇതിൽ ആ സാൻഡ് മൗൾഡിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ വാഷ്ഡ് സിലിക്ക സാൻഡ് പ്ലസ് ക്ലേ മാത്രമല്ല ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ചില അഡിറ്റീവ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അഡിറ്റീവ്സ് ആർ ഓൾസോ ആഡഡ് ടു ഗെറ്റ് ഡിസൈർഡ് പ്രോപ്പർട്ടി. നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് കിട്ടാൻ അഡിറ്റീവ്സും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് ഇൻ സാൻഡ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പാറ്റേൺ മേക്കിംഗ് എന്ന് പറയും. ഈ പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഐസ് ക്യൂബ് ആ ഒരു ക്യൂബിക്കൽ ഷേപ്പ് കിട്ടുന്ന രീതിയിലല്ലേ മൗൾഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ മൗൾഡ് ഉണ്ടാക്കാൻ വേണ്ടി ആ മൗൾഡ് എന്ന് പറയുന്ന ഒരു ക്യാവിറ്റിയാണ്. ആ ക്യാവിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഏതെങ്കിലും ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്തിട്ട് അതിനെ റെസ്പെക്റ്റീവായിട്ട് സാൻഡിനകത്ത് കുഴിച്ചെടുക്കേണ്ടി വരും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കടൽ തീരത്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ കടലിന് തീരത്ത് എന്തുണ്ടാവും, സാൻഡ് ഉണ്ടാവുമല്ലോ. അതിൽ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ കാൽപാദം അതിൽ പതിയത്തില്ലേ, അതെത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ആ കാൽപാദമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, പാറ്റേൺ എന്ന് പറഞ്ഞാൽ. ആ കാല് ഉപയോഗിച്ചിട്ട് സാൻഡിനകത്ത് നമ്മളൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നു, അഥവാ ഉണ്ടാക്കുന്ന ഇംപ്രഷനാണ് അല്ലെങ്കിൽ മൗൾഡ് എന്ന് പറയുന്നത്. അപ്പം പാറ്റേൺ മേക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ റെപ്ലിക്ക അല്ലെങ്കിൽ മോഡൽ ഓഫ് ദ പ്രോഡക്റ്റിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു മൗൾഡ് ക്യാവിറ്റി എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതിന് വേണ്ടി. ഈ മൗൾഡ് ക്യാവിറ്റി നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഷേപ്പിലായാൽ മാത്രമേ ആ ഒരു ക്യാവിറ്റിയിലേക്ക് ഒഴിക്കുന്ന മോൾട്ടൺ മെറ്റൽ കൂൾ ചെയ്ത് സോൾഡിഫൈ ചെയ്യുന്ന സമയത്തും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഷേപ്പിൽ കിട്ടത്തുള്ളൂ. അപ്പം മൗൾഡ് ക്യാവിറ്റിയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാറ്റേൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വുഡ് ഉപയോഗിച്ച് പാറ്റേൺ ഉണ്ടാക്കാറുണ്ട്, മെറ്റൽ ഉപയോഗിച്ച് തന്നെ വാക്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ആൾവേസ് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ സൈസിനെക്കാട്ടി ഇതുകൂടെ വലുതായിരിക്കും. കാര്യം നമ്മൾ സോൾഡിഫിക്കേഷൻ സമയത്ത് ഷ്രിങ്കേജിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആക്ച്വൽ സൈസിനെക്കാട്ടി ഇപ്പോൾ ഒരു 4 മില്ലിമീറ്റർ ഡയമീറ്ററും 4 മില്ലിമീറ്റർ ഡയമീറ്റർ ഒരു സെൻറ്റിമീറ്റർ ലെന്തും ഉള്ള ഒരു സിലിണ്ടറിക്കൽ പാറ്റേൺ ആണ് എനിക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ, ഒരു സിലിണ്ടറിക്കൽ പ്രോഡക്റ്റാണ് എനിക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ, ആ പാറ്റേൺ എന്ന് പറയുന്നത് ഡയമീറ്റർ ഇപ്പോൾ ഒരു 4.5 മില്ലിമീറ്ററും ചിലപ്പോൾ ലെന്ത് ഒരു 1.5 സെൻറ്റിമീറ്ററൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൂടെ അത്രയും വലുതില്ല, ഞാൻ പറഞ്ഞ്
ആ എന്താണ് ഡയമെൻഷനെ കാട്ടി ഹയർ ഡയമെൻഷനുള്ളതായിരിക്കും പാറ്റേൺ. കാര്യം സോൾഡിഫൈ ചെയ്യുമ്പോൾ കുറച്ച് ശൃംഖല ഉണ്ടാവും, ബാക്കി നമുക്ക് മെഷീൻ ചെയ്ത് കളഞ്ഞ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പം എക്സാക്റ്റ് സൈസിൽ ഒരിക്കലും നമുക്ക് ഉണ്ടാവേണ്ട പ്രോഡക്റ്റിൻ്റെ എക്സാക്റ്റ് സൈസിൽ ഒരിക്കലും നമ്മൾ പാറ്റേൺ എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. പാറ്റേൺ വിൽ ബി ഹാവിങ് ദ ഹയർ ഡയമെൻഷൻസ് കമ്പയർഡ് ടു ദ പ്രോഡക്റ്റ്. അതൊരു കാര്യം. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനി ഈ പാറ്റേൺ ഉണ്ടാക്കിയെടുത്ത പാറ്റേൺ കറസ്പോണ്ടിങ് ആയിട്ട് അപ്പം ചില പാറ്റേൺസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചില പ്രോഡക്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹോളോ സ്പേസ് ആയിരിക്കും. നമ്മൾ ഐസ് ക്യൂബിൻ്റെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഫുള്ള് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുമ്പം അത് ക്യൂബിക്കലായിട്ടാണ് കിട്ടുക. ഇപ്പോൾ ക്യൂബിന് ആ ഐസ് ക്യൂബിന് നടുക്കൊരു ഹോള് വരണമെന്ന് വെക്കുകയാണെങ്കിൽ അവിടെ ഒരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റും കൂടെ കൊണ്ട് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ വെക്കണ്ടേ, എന്നാലല്ലേ അതിന് ഇടയ്ക്കൊരു ഹോള് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന സാധനങ്ങളെ നമ്മൾ എന്ന് വിളിക്കുന്നത് കോർ മേക്കിംഗ് എന്ന് പറയുന്നത്. കോർ മേക്കിംഗ് എന്ന് പറയുമ്പോൾ കോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ കാസ്റ്റിംഗ് പ്രോഡക്റ്റ് ഹോളോ ആവുന്ന സമയത്ത് അഡീഷണൽ പാറ്റേൺസ് നമ്മൾ ഉപയോഗിക്കും. കോഴ്സ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹോളോ സർഫസ്. ഹോളോ സർഫസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന സാധനങ്ങളെ നമ്മൾ കോർ എന്ന് പറയുന്നത്. കോർ എന്ന് പറയുന്നത് കോർ സാൻഡ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പം കോൾസ് എന്ന് പറയുന്നത് ആക്ച്വലി ബേക്ക്ഡ് ആയിരിക്കും ടു ഇമ്പാർട്ട് സ്ട്രെങ്ത്. അതായത് നമ്മൾ ഈ കോറുമായിട്ട് ഡയറക്റ്റ് മോൾട്ടൺ മെറ്റൽ കോൺടാക്റ്റ് വരുന്നതാണ്. ഇപ്പോൾ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടി ബേക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട് കോറിനെ നമ്മുടെ മോൾഡ് ക്യാവിറ്റിക്ക് അകത്ത് വെക്കുന്നതിന് മുമ്പ്. അപ്പോൾ രണ്ട് പ്രോസസ്സായി. ഒന്ന് പാറ്റേൺ മേക്ക് ചെയ്തു, പിന്നെ കോർ മേക്ക് ചെയ്തു. ഇപ്പോൾ രണ്ടും കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു നമുക്ക് ഡിസൈർഡ് ഷേപ്പിലുള്ള എന്തുണ്ടാക്കുന്ന മൗൾഡ് നമ്മുടെ സാൻഡിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി മൗൾഡിങ് എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തെ പ്രോസസ്സാണ് മൗൾഡിങ്. അപ്പം ഈ കോറും പാറ്റേണും ആയിക്കഴിഞ്ഞാൽ മൗൾഡിങ്ങിൽ ചെയ്യുന്ന പരിപാടി എന്താണ്, നമ്മുടെ ഈ പാറ്റേൺ വെച്ചിട്ട് മോൾഡിനകത്ത് അല്ലെങ്കിൽ സാൻഡിനകത്ത് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി ഒരു ക്യാവിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. അതായത് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ വോയിഡ് ഓർ ക്യാവിറ്റി ഈസ് ഇൻ കോമ്പാക്റ്റഡ് സാൻഡ് with the help of the pattern എന്താണ് ഹെൽപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ വോയിഡ് സ്പേസ് നമ്മുടെ സാൻഡിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിന് മോൾഡിങ് എന്ന് പറയും. അപ്പം മോൾഡിങ്ങിൽ നമ്മളൊരു പ്രത്യേകത ഉണ്ട്. മോൾഡിങ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്നതിന് വേണ്ടി ഒരു പാറ്റേൺ വേണം, അല്ലെങ്കിൽ ഒഴിക്കുന്നതിന് വേണ്ടി ഒരു പാത്ത് വേണം. അത് നമ്മളെ ഗേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മൾ അവസാനം പ്രൊവിഷൻ ഫോർ സപ്ലൈ അഡീഷണൽ ലിക്വിഡ് മെറ്റൽ ടു കോമ്പൻസേറ്റ് ശ്രിങ്കേജ്. അപ്പോൾ ശ്രിങ്കേജ് ഒക്കെ ഉണ്ടാകുമ്പം, അതായത് മോൾട്ടൺ മെറ്റലൊക്കെ സോൾഡിഫൈ ആകുമ്പോൾ ശ്രിങ്കേജിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഡയമെൻഷനിൽ കൂടെ ഒന്ന് കുറയും. അപ്പോൾ ആ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ മെറ്റൽ സപ്ലൈ നടത്തുന്നതിന് വേണ്ടിയിട്ട് റൈസിങ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു സാധനം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റൈസറിങ് എന്ന് പറയും. റൈസറിങ് മെക്കാനിസം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ എന്തുവാണ് സപ്ലൈ അഡീഷണൽ ലിക്വിഡാണ് റൈസറിങ് എന്ന് പറയുന്നത്. പിന്നെ അതേസമയം നമ്മുടെ മോൾട്ടൺ മെറ്റൽസ് കാസ്റ്റിങ്ങിന് വേണ്ടി ഉള്ള സപ്ലൈനെ നമ്മൾ എന്തെന്നും പറയും, ഗേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മോൾഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പം മോൾഡിങ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് എന്ത് കോരി ഒഴിക്കുന്നത്, മെറ്റൽ കോരി ഒഴിക്കുന്നത്. അപ്പം മെൽറ്റിംഗ് ആൻഡ് പോറിങ്. അപ്പോൾ മെറ്റലിനെ മെൽറ്റ് ചെയ്ത് അതിനെ പോർ ചെയ്യുന്നു, അതിലേക്ക് ക്യാവിറ്റിയിലേക്ക് കോരി ഒഴിക്കുന്നു. വെൻ മൗൾഡ് ഈസ് റെഡി, മൗൾഡ് റെഡി ആവുന്ന സമയത്ത് മെറ്റൽ ഈസ് മെൽറ്റഡ്. മെറ്റൽ എന്ത് ചെയ്യും, നമ്മൾ മെൽറ്റ് ചെയ്യും. ആൻഡ് ഇൻ എ ഫർണസ്, ഒരു ഫർണസിൽ നമ്മൾ മെൽറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പോർഡ് ഇൻ ടു ദ മൗൾഡ് ക്യാവിറ്റി. അത് നമ്മൾ മൗൾഡ് ക്യാവിറ്റിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒഴിക്കും, പോർ ചെയ്ത് വെക്കും. അപ്പോൾ ആ മൗൾഡ് ക്യാവിറ്റിയിലേക്ക് ഒഴിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ത്രൂ ഗേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഗേറ്റിംഗ് സിസ്റ്റം വഴിയാണ്. അതായത് മൗൾഡ് ക്യാവിറ്റിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവും, ഒരു ഗേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വഴിയേ പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ സംഭവിക്കുന്നത് സോൾഡിഫിക്കേഷനാണ്. അപ്പോൾ മൗൾഡ് ക്യാവിറ്റിയിലേക്ക് നമ്മൾ മെറ്റൽ വന്നു കഴിഞ്ഞാൽ ആ മെറ്റൽ ഷേപ്പിൽ, ആ ക്യാവിറ്റിയുടെ ഷേപ്പിലേക്ക് എന്ത് ചെയ്യും, അത് സോൾഡിഫൈ ചെയ്യും. അപ്പോൾ സോൾഡിഫൈ എന്ന് പറഞ്ഞാൽ കൂളിംഗ് ഓഫ് ലിക്വിഡ് മെറ്റൽ കോസസ് സോൾഡിഫിക്കേഷൻ. അപ്പം ഈ സമയത്ത് സൈസൊക്കെ ജസ്റ്റ് ഒന്ന് ഷ്രിങ്കേജ് ആവും, അതായത് ഷ്രിങ്കിങ് സംഭവിക്കും, സൈസ് കുറച്ച് കുറയും സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത്. ഇനി അടുത്ത ഷേക്ക് ഔട്ട് ആൻഡ് ക്ലീനിങ്. ഷേക്ക് ഔട്ട് എന്ന് പറയുന്നത് ഈ മോൾഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാസ്റ്റിംഗ് കഴിഞ്ഞ് കൂൾ ചെയ്തതിന് ശേഷം ഈ കാസ്റ്റിങ്ങിനെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഷേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എന്താണ് മോൾഡിലെ സാൻഡൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മോൾഡിനെ അല്ല നമ്മുടെ കാസ്റ്റിങ്ങിനെ അവിടെ നിന്ന് തിരിച്ചെടുക്കുന്നു. അതാണ് ഷേക്ക് ഔട്ട്. പിന്നെ അതിനെ ക്ലീൻ ചെയ്യുന്നു, ഷേക്ക് ഔട്ട് ആൻഡ് ക്ലീനിങ്. അതായത് ഷേക്ക് ഔട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റിമൂവൽ ഓഫ് കാസ്റ്റിംഗ് ഫ്രം ദ മോൾഡ്. നമുക്ക് പ്രോഡക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിങ്ങിനെ മോൾഡിൽ നിന്ന് എടുക്കുന്ന സാധനമാണ് നമ്മുടെ പ്രോസസ്സിനെ നമ്മൾ ഷേക്ക് ഔട്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ദ സർഫസ് ഓഫ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് മേ ഹാവ് സാൻഡ് പാർട്ടിക്കിൾസ്. അതിൽ സാൻഡ് പാർട്ടിക്കിൾസും സ്കെയിൽസൊക്കെ ഉണ്ടാവാം. ആ സമയത്ത് നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ക്ലീനിങ് എന്ന് പറയും. ഇനി ഗേറ്റിംഗ് ആൻഡ് റൈസറിങ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സമയത്ത് എന്ത് ചെയ്യപ്പെടും, റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു സാൻഡ് കാസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന്
എന്ന് പറയാനായിട്ട് പറ്റുന്നത്. അപ്പം സ്റ്റെപ്സ് ഇൻ സാൻഡ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വരുമ്പോഴത്തേക്ക് മനസ്സിലേക്ക് വേണ്ട ഫസ്റ്റ് പാറ്റേൺ ഉണ്ടാക്കുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ പാറ്റേണും കോറും, അത് ഹോളോ ഷേപ്സ് ആണെങ്കിൽ കോറിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ ഉണ്ട്. അപ്പോൾ കോർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് ഹൈ മെറ്റൽ മോൾട്ടൺ മെറ്റലിനെ എന്ത് ചെയ്യുന്ന വിസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ കണക്ഷൻ കോൺടാക്റ്റ് വരുന്നുണ്ട്, അതിന് സ്ട്രെങ്തൊക്കെ സഫീഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ള ഓർത്തിരിക്കുക. പിന്നെ മോൾഡിങ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഉപയോഗിച്ച് ഒരു സാൻഡിലേക്ക് നമ്മളൊരു ക്യാവിറ്റി ഉണ്ടാക്കുന്നു, അത് മോൾഡിങ്. ആ ക്യാവിറ്റിയിലേക്ക് മെറ്റൽ എന്ത് ചെയ്യുന്നു, പോർ ചെയ്യുന്നു, പിന്നെ അത് സോൾഡിഫൈ ചെയ്യുന്നു, പിന്നെ അതിനെ ഷേക്ക് ഔട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു വേഗമായിട്ട് നമുക്ക് എന്താണ് സാൻഡ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, മോൾഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വാസ്റ്റ് സിലിക്ക സാൻഡ് മിക്സ്ഡ് വിത്ത് ക്ലേയും വാട്ടറൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാം. പക്ഷേ ചില അഡിറ്റീവ്സ് ഒക്കെ നമ്മളിപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം ഈ അഡിറ്റീവ്സ് ഒക്കെയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓരോ അഡിറ്റീവ് ഇത്ര പെർസെൻറ്റേജ് ആഡ് ചെയ്താൽ എന്തൊക്കെയാണ് അവിടെ വരുന്ന വേരിയേഷൻസ്, അതിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഓഫ് സാൻഡ് അവിടെ മാറും, നമ്മുടെ എന്താണ് ഇതിൻ്റെ സാൻഡ് മാറും. പിന്നെ ഈ സാൻഡ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുമ്പോൾ നോർമലി ഈ ഒരു ഇൻഡസ്ട്രിക്ക് പറയുന്ന പേര് ഫൗണ്ടറി എന്നൊക്കെയാണ്. അപ്പോൾ കാസ്റ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സ്, മെറ്റൽ കാസ്റ്റിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന ഫൗണ്ടറി എന്ന് പറയും. അപ്പോൾ സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സാൻഡ് വെച്ച് ഒരു മൗൾഡ് ഉണ്ടാക്കിയിട്ട് ഒരു ക്യാവിറ്റി ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ച് ഒരു കാസ്റ്റിംഗ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ